റഹീം അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹിൽ മുജ്തബ വഅഹ്ലി സിദ്ഖി വൽ വഫ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഹനീഫ് ഹുദവി ഉസ്താദ് അവർകൾ, മറ്റ് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഇതിൻ്റെ യൂണിയൻ ഭാരവാഹികൾ, നൂറുൽ ഹുദ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഈ അനുഗ്രഹീത സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചു, മലപ്പുറം ജില്ലയിൽ മോങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായി തോന്നിയത്, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിലൂടെ വളരെ സജീവമായി വ്യാപകമായി ഓടിക്കൊണ്ടിരുന്ന ഒരു റീൽ വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ആളെ കൂടി ഈ വേദിയിൽ വെച്ച് കണ്ട സമയത്ത് ഞാൻ ഒരുപാട് തവണ എൻ്റെയൊക്കെ രോമങ്ങനെ എഴുന്നേറ്റ് നിന്ന ഒരു അവസരം നമ്മുടെ നാടുകളിൽ പോലും ഇങ്ങനെയുള്ള ഒരുപാട് പ്രഭാഷകരുണ്ടായിട്ടും ഈ ഒരു കാസർഗോഡിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഒരാളുടെ പ്രതിധ്വനി കേൾക്കേണ്ടി വന്നു നമ്മുടെയൊക്കെ ആർജവം ഉണരാൻ എന്നത് വളരെ ആവേശത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ഹനീഫ് ഉസ്താദ്, അദ്ദേഹം അഡ്വക്കറ്റ് കൂടിയാണ് എന്നറിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം അതിലേറെ ഇരട്ടിയായി. മൂപ്പർക്ക് അറിയാം എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളത്, അറിയാമെന്നുള്ളതിൻ്റെ. അപ്പോൾ ആ ഒരു ആർജവം ഇവിടെ വന്ന സമയത്ത് എന്നെ കാണാൻ സാധിച്ചു. അതോടൊപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ അലങ്കാരങ്ങളും ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ, NLF-ൻ്റെ കുട്ടികൾ ചെയ്തതാണ് എന്നറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി. ഏതായാലും ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ നീട്ടി പരത്തുന്നില്ല. നിങ്ങളൊക്കെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? പാട്ടുകൾ ഇഷ്ടമല്ലേ? ഇന്നലെ പ്രിയപ്പെട്ട KH ദാനൂര് അദ്ദേഹം ഇവിടെ ഒരുപാട് സൂഫി ഗാനങ്ങളും അതിൻ്റെ എല്ലാ വിഷയങ്ങളും ഒക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി, അല്ലേ? അപ്പം ഞാൻ അതിൻ്റെ വേറൊരു തലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു സഹകരണം കൂടി എൻ്റെ കൂടെ ഉണ്ടായെങ്കിലേ കാര്യം ഒന്ന് ഉഷാറായി പോവുള്ളൂ. ഉണ്ടാവൂലേ? അപ്പോൾ അത്രയും ആവേശമാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതൊരു സെഷനാണ്. ഇത് നിങ്ങളിപ്പോൾ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു ട്രെയിലർ ഇവിടെ കണ്ടു. അപ്പോൾ നിങ്ങളൊക്കെ ഇതിന് വളരെ ക്രിയാത്മകമായി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വരുന്ന വഴിക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ കൂടെയുള്ള 3 സുഹൃത്തുക്കളായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട ജമീൽ അഹമ്മദ്, മുദസ്സിർ, അതുപോലെ തന്നെ ആബിദുള്ള. മാഷാ അല്ലാ, ഇവർ 3 പേരായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടു. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ അവിടുത്തെ പൾസ് എന്താണെന്ന് അറിയണമല്ലോ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ കന്നഡ ഒന്നും അറിയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ദേവഗിരി എന്ന് പറയുന്ന കോഴിക്കോട് ഒരു സ്കൂളിൽ വട്ടപ്പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഒന്ന് ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ പഠിക്കുന്ന ഒരു കന്നഡ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു മോന് പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുകയാണ്, കാരണം കൂട്ടത്തിൽ കുറേ കുട്ടികൾ അലമ്പ് കളിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അലമ്പ് കളിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലൈൻറ്റ് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇവന് അത്യാവശ്യം കന്നഡ അറിയുന്നതുകൊണ്ട് മോന്തൊക്കെ ഒന്നാണ്ട് തരുന്ന കന്നഡയിൽ എന്തെങ്ങനെ പറയാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ആകെ എന്താണ് മൊഹമ്മീദ ഒക്കടിസ്ഥാന്നോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികൾ ചിലപ്പോൾ സമയത്ത് പറഞ്ഞാൽ കേൾക്കൂലെങ്കിൽ ചില ഭാഷകൾ പ്രയോഗിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ കന്നഡ ഭാഷയെക്കുറിച്ചൊന്നും വലിയ ഭാഷയില്ല. അപ്പം ഞാൻ ആകെ ബേജാറായി. പഠിച്ചോനെ ഇവിടെ വന്ന സമയത്ത് ഇതിപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണോ. അപ്പോൾ റാഷിദ് സാറിൻ്റെ ക്ലാസ് കൂടി ഇവിടെ അവസാനത്തെ എല്ലാ സെഷനുകളെ കുറിച്ചൊക്കെ ഒന്ന് അവലോകനം, ഒരു കൺക്ലൂഷൻ നടത്തി കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായി. അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് തിരിയുന്നുള്ളത് എനിക്ക് തിരിയൂലേ? ഞാൻ മലപ്പുറം കൂടി ആയതുകൊണ്ട് കുറേ ഇച്ച്, പജ്ജ്, നെജ്ജ്, കുജ്ജ് നിങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഭാഷകളുടെ ഒരു
ഏതാ ചെങ്ങായി അല്ലേ, അങ്ങനെയൊക്കെയാണ് ഒരു വ്യത്യസ്തമായ ഭാഷകളാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ ഏതായാലും പാട്ടുകൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പാട്ടുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്, ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടമായത് ഈ അടുത്ത കാലത്ത്? ഇല്ലുമിനാണ്ടോ ഉണ്ടോ, ഇല്ലുമിനാട്ടി, എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ അല്ലേ, അപ്പം കട്ടോണ്ട് പോയത്, ബ്രാൻഡി കുപ്പി അമ്മ കൂടി, അത്തരത്തിലുള്ള പാട്ടുകളുടെ ഒരു ലോകത്തൊക്കെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ പാട്ടുകൾ നമുക്ക് പകർന്ന്, അപ്പം നമ്മൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ പാട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ അവതരണ രീതികളുമാണ്. അപ്പോൾ നമുക്ക് പാട്ടുകൾ എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളൊരു പാട്ട് കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യം ഒരു ചോദ്യം ആയിക്കോട്ടെ, എന്താണ്? പല ആളുകളും ആ രസത്തിന് അല്ലേ, ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്, അങ്ങനെ തന്നെ അല്ലേ? ആണോ? എന്നാൽ പാട്ടിൽ ആസ്വാദനത്തിൻ്റെ അപ്പുറത്തേക്ക് പല ടൈപ്പിലുള്ള ആസ്വാദനം ഉണ്ട് അല്ലേ. ഒരു തലത്തിൽ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് കരഞ്ഞില്ലാണ്ടാവും അല്ലേ. ചില പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആകെ കുലുങ്ങി ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര അങ്ങോട്ട് ആവേശമാക്കിയായിരിക്കും അല്ലേ. അല്ലേ, ഓരോ പാട്ടുകൾക്കും ഓരോ തലങ്ങളാണുള്ളത് അല്ലേ. ആ തലങ്ങളാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോണത്. റെഡി ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ആ തലങ്ങൾ അങ്ങോട്ട് ഇവിടുന്ന് പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് പാടിപ്പിച്ച് പറഞ്ഞിട്ടേ പോവുള്ളൂ. എത്ര സമയം എടുത്താലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇപ്പം സമയം 9:45. ഇത് എപ്പം തീരുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഞാനിത് നിർത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ, എന്നാൽ പിടിച്ചോളി. 6 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എത്ര കാര്യങ്ങൾ? 6 കാര്യങ്ങൾ. അതിലൊന്നിൻ്റെ പേരാണ് പേരിമ്പം. എന്താണ്? പേരിമ്പം. റെഡി അല്ലേ? രണ്ടാമത്തെ പേര് ചിറ്റിമ്പം. പാട്ട് നമുക്ക് പാടാം, പക്ഷേ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും കൂടെ എളുപ്പമാകും. കാരണം നിങ്ങളൊക്കെ പാട്ട് കേൾക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേന് അയാൾ അന്ന് അവിടുന്ന് പറഞ്ഞ ഈ പാട്ട്, ഒരു വേദിയിൽ നിന്നൊരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഈ കൂട്ടത്തിൽ പെട്ടതായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 6 ട്രിക്കുകൾ പറയാൻ പോണത്. റെഡി അല്ലേ? പേരിമ്പം പറഞ്ഞു, ചിറ്റിമ്പം പറഞ്ഞു, മൂന്നാമത്തത് ആഷ്. എന്താണ്? ആഷ്. 4 മധുരക്കവി. മധുരക്കിഴങ്ങല്ല, മധുരക്കവി, മധുരക്കവി. 5 ഒയ്യാരം. 6 വിസ്താരം. ഏതൊക്കെ പറഞ്ഞു ഇപ്പോൾ? പേരിമ്പം, ചിറ്റിമ്പം, ആഷ്, മധുരക്കവി, ഒയ്യാരം, വിസ്താരം. ഈ 6 കാര്യങ്ങൾ അല്ലേ. ഇനി നമ്മൾ പാട്ടുകളിലേക്ക് കടക്കുകയാണ്. റെഡിയാണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ ഒരു പാട്ട് ജനിക്കണമെങ്കിൽ അല്ലേ, ഇപ്പൊ നമ്മൾ ഒരു പ്രാസംഗികൻ ഒരു പ്രസംഗത്തിന് വിഷയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്ത് ആ പ്രസംഗത്തിന്റെ രീതി. ഇങ്ങനെ അതിന് സംശയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിച്ച് ആശയങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഒരു പ്രസംഗത്തിന്റെ ശൈലി അല്ലേ. ഒക്കെ സാഹിത്യമല്ലേ അല്ലേ. കലയും സാഹിത്യവും എന്താണ് തുളുമ്പി നിൽക്കുന്ന ഒരു മണ്ണാണ് കേരളീയ പൈതൃകം. അതുപോലെ തന്നെ കന്നഡികൾ അല്ലേ, കർണാടകയുടെ ഈ ഭാഗങ്ങളിലൊക്കെ അത്രയും സാഹിത്യവശങ്ങളെ കൊണ്ട് വളരെ പോരാട്ടങ്ങൾക്ക് പോലും വീര്യം കൂട്ടിയ ഒരു ചരിത്രം നമുക്കിവിടെ പറയാനുണ്ട് ഇല്ലേ. ഈ പറച്ചിലുകളുടെ ഒരു പുനരാവിഷ്കരണമാണ് എന്ത് കൃത്യമായിട്ട് നമ്മുടെ പാട്ടുകളിലൂടെ സംഭവിച്ചു പോയതും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പാട്ട് എന്ന് പറയുന്ന ഒരു സംഗതി എഴുതുന്ന ഈ കൂട്ടത്തിൽ രചയിതാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ചേ. ഉണ്ടോ? മാഷാ അല്ലാഹ്. പാട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിക്ക്. പാട്ടുകാർ മാഷാ അല്ലാഹ്, ഇത്രയധികം പാട്ടുകാരോ? ഓ, അപ്പൊ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. ഇനി സംഗീതം ചെയ്യുന്ന ആളുകളുണ്ടോ? പാട്ടിന് സംഗീതം ഉണ്ട്, അതിനും ആളുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ട് എഴുതുന്ന സമയത്തുള്ള 3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. എന്താണ്? ഒന്ന് രചനയാണ് അല്ലേ. പേരുമ്പോ ചുറ്റുമ്പോ നമുക്ക് പറയാം, അവിടെ നിൽക്കി വെയിറ്റ് ചെയ്യ്, നമുക്ക് പറയാം. പാട്ട് എന്ന് പറയുന്ന സംഗതിയിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നുണ്ട്. എന്താണ്? ഒന്ന്, ഹനീഫ് ഉസ്താദ് പാട്ട് എഴുതി. ആരെ എഴുതിയത്? ഹനീഫ് ഉസ്താദ് പാട്ട് എഴുതി.
അദ്ദേഹം അവിടെ എന്താണ്, രചയിതാവായി മാറി അല്ലേ. പാട്ട് എഴുതിയ ഹനീഫ് ഉസ്താദ് ആരായി മാറി, രചയിതാവായി മാറി. നേരെ തൊട്ടപ്പുറത്തുള്ള ഷാക്കിർ ഉസ്താദ്, ഷാക്കിർ സാർ തന്നെയല്ലേ, യൂസുഫ് സാർ ഇതിന് സംഗീതം നൽകി. എന്താ നൽകിയേ? സംഗീതം നൽകി. അപ്പോ അവിടെ എന്താ നടന്നത്, രചന നിർവഹിച്ചു. യൂസുഫ് സാർ എന്ത് ചെയ്തു, സംഗീതം ചെയ്തു. റഷീദ് മോങ്ങം എന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്ത്, പാടി. എത്ര കാര്യങ്ങൾ നടന്നു? 3 കാര്യങ്ങൾ. 1 രചന, 2 സംഗീതം, 3 ആലാപനം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നടന്നത്. രചയിതാവിന് വേണ്ട ക്വാളിറ്റി എന്താ? രചയിതാവ് ഒരു പാട്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേണ്ട വിഷയം എന്താണ്? ഏതെങ്കിലും ഒരു ആശയമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിഷയം, ഒന്നുകിൽ ഭക്തി ആയിരിക്കും അല്ലേ. ഒരു ഭക്തിഗാനമാണ് ഹനീഫ് ഉസ്താദ് എഴുതുന്നത് എങ്കിൽ ആ ഭക്തിഗാനത്തിന് വിഷയം അദ്ദേഹം മനസ്സിൽ കാണും. ഒന്നെങ്കിൽ അള്ളാഹുവിനോടുള്ള തേട്ടമായിരിക്കാം അല്ലേ. മദ്ഹ് ഗാനമാണ് ഹനീഫ് ഉസ്താദ് എഴുതുന്നതെങ്കിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മദ്ഹ് ഗാനമായിരിക്കാം അല്ലേ. വിഷയം എന്തുവാവാം അല്ലേ. അതിൽ എന്തുണ്ടായിരിക്കണം? ആശയം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്തവിടെ സംഭവിച്ചു? വിഷയം, ആശയം അവിടെ ഉണ്ടായി. കണ്ടോ, 1ാമത്തെ കാര്യം അവിടെ കഴിഞ്ഞു. 2ാമത് സംഗീതം ചെയ്ത ആളാരാ? യൂസുഫ് സാറാണ്. യൂസുഫ് സാറിന് സംഗീതം ചെയ്യണമെങ്കിൽ പിന്നെ ഹനീഫ് ഉസ്താദ് എഴുതിയ രചനയെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. അപ്പൊ വേണം എന്താ, സംഗീതം ചെയ്യാനുള്ള കഴിവ് കൂടി വേണം അല്ലേ. പാട്ട് അല്ലേ, സ്വരസ്ഥായികളെ ചിട്ടപ്പെടുത്താനുള്ള കഴിവ് ആർക്ക് വേണം? സംഗീതം ചെയ്യുന്ന ആൾക്ക് വേണം. അപ്പോ യൂസഫ് സാറിന് ഉണ്ടാകേണ്ടത് ഹനീഫ് ഉസ്താദ് എഴുതി കൊടുത്ത പാട്ടിന്റെ ആശയം മനസ്സിലാക്കണം എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. ആണോ അല്ലേ? അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് പാട്ട് എഴുതിയിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാടുന്നതിലും അർത്ഥമില്ലല്ലോ. ആ പാട്ടിന്റെ ആശയത്തിന് അനുസൃതമായിട്ടായിരിക്കും ആര് ഈണം നൽകുക? യൂസുഫ് സാറ് ഈണം നൽകുക. എന്നിട്ട് യൂസുഫ് സാർ നേരെ വന്ന് സമയിക്കുക, റഷീദെ ഇങ്ങനെ ഒരു പാട്ട് പാടാനുണ്ട്, ഹനീഫ് ഉസ്താദ് എഴുതിയതാണ്, ഞാനാണ് സംഗീതം ചെയ്തത്, നിങ്ങൾ അതൊന്ന് പാടിത്തരണം. ആ പാട്ട് ഞാൻ അതിൻ്റെ ആശയം അറിഞ്ഞു പാടണം. വേണ്ടേ? ഞാൻ പാട്ടുകാരനാണ്, ഇതിൻ്റെ ആശയം സംഗീതം ചെയ്ത യൂസുഫ് സാർ ആ സംഗീതം എനിക്ക് പറഞ്ഞു തരുന്നു, ഞാനത് പാടുന്നു. 4ാമത്തെ വിഭാഗങ്ങളാണ് ആര്? ഈ കേൾക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും അല്ലേ. അപ്പൊ അവിടെ എന്തെല്ലാം സംഭവിച്ചു? രചന കഴിഞ്ഞു, സംഗീതം കഴിഞ്ഞു, ആലാപനം കഴിഞ്ഞു, കേൾക്കലും കഴിഞ്ഞു. അപ്പൊ 4 പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ഇനി ഇത് ഏത് വിഭാഗമാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. 1ാമത്തെ വിഷയം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പേരിമ്പം. റെഡി അല്ലേ? എന്താണ് പേരിമ്പം? ഇതാണ് ഇനി നമ്മുടെ വിഷയം. നിങ്ങൾ ഭക്തിഗാനങ്ങൾ കേട്ടില്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഭക്തിഗാനങ്ങൾ, മാലപ്പാട്ടുകൾ, ഉറുദി ഗാനങ്ങൾ, ഈ തരത്തിലുള്ള പാട്ടുകൾ എല്ലാം ഉൾക്കൊള്ളിച്ച വിഭാഗമാണ് ഏത്? പേരിമ്പം. ആദ്യം ഭക്തിഗാനമാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. ഒരുപാട് ഭക്തിഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? നിങ്ങളൊരു ഭക്തിഗാനം പറ, കേട്ട ആളുകൾ പറ. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ, ഇരവും പകലുകൾ പടച്ചവൻ നീയേ, ഇരവും പകലും ജയമേകല്ലാ, ഇരവും പകലും ജയമേകല്ലാ. ഏതാ വിഭാഗം? പേരിമ്പം, ഭക്തിഗാനം അല്ലേ. ഈ കണ്ണ് നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ജന്മം തന്ന നാദാ, ജീവൻ തന്ന താജാ, ജന്മം തന്ന നാദാ, ജീവൻ തന്ന താജാ, കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ,
കനലായി തീർന്നവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ. ഏതാ വിഭാഗം? പേരിമ്പം. ഇനി നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഒരു ഭക്തിഗാനങ്ങളൊന്ന് പറയാം, ഞാൻ ഒന്ന് കേൾക്കട്ടെ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റഹിമും നീയേ റാസിഖും നീയേ, പാടും നിതാ ഞാൻ അപദാനങ്ങൾ. എത്ര ഭക്തിഗാനങ്ങൾ ഇപ്പൊ പാടി? 3 പാടി. ഇനിയും ഒരുപാടില്ലേ? കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ഏതാണ്? പേരിമ്പം, ഭക്തിഗാനങ്ങൾ അല്ലേ? ഇനി നോക്കി, ഹൈന്ദവ സമുദായത്തിൽ പെടുന്ന ആളുകളുടെ ഭക്തിഗാനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും താലിക്കുമത്തെ സ്വാമിയേ. ഉണ്ടോ? അയ്യപ്പ, അത് ഉണ്ടോ അല്ലേ? ഒരു എല്ലാ മതസൗഹാർദ്ദങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു എന്നും പാട്ടുകൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അല്ലേ? ഇസ്രായേലിൻ നാമമായി വാഴുമേക ദൈവം. ക്രൈസ്തവ സമുദായത്തിൽ അല്ലേ? ഉണ്ടോ ഭക്തിഗാനം? ക്രൈസ്തീയ സമുദായത്തിന്റെ ഭക്തിഗാനങ്ങള്, ഹൈന്ദവ സമുദായത്തിൽ പെടുന്ന ആളുകളുടെ ഭക്തിഗാനങ്ങള്, നമ്മളും ഒരുപാട് ഭക്തിഗാനങ്ങൾ ഉണ്ടോ? ഇനി അടുത്തൊരു വിഭാഗമാണ്, അതിൽ പെടുന്ന അടുത്ത വശമാണ് ഏത്? മാലപ്പാട്ടുകൾ. ഒരുപാട് മാലപ്പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ആദ്യമായി നിങ്ങൾ കേട്ട മാലപ്പാട്ട് ഏതാ? ഏതാ? മുഹീദ്ദീൻ മാല അല്ലേ? അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. നിങ്ങൾക്കറിയോ? ഒന്ന് പാട്. അല്ലാ തീരു തുതിയും സ്വല അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അല്ലേ? മുഹീദ്ദീൻ മാല കണ്ടെടുക്കപ്പെട്ടതിലെ ആദ്യത്തെ കൃതി എന്നറിയപ്പെടുന്ന മുഹീദ്ദീൻ മാല അല്ലേ? ഖാദി മുഹമ്മദിന്റെ രചന. ഈ മുഹീദ്ദീൻ മാല കഴിഞ്ഞ് പിന്നീട് നഫീസത്ത് മാലകൾ പാടിയില്ലേ അല്ലേ? ബിസ്മിയും ഹംദും സ്വലാത്തും മുന്നേ വെള്ളി നഫീസത്തുമാല ഞാൻ ണ്ടോ? മഞ്ഞക്കുളം മാല, ബദർ മാല, നഫീസത്ത് മാല, മുഹീദ്ദീൻ മാല, എല്ലാ മാലപ്പാട്ടുകളും ഏത് വിഭാഗത്തിലാണ്? പേരിമ്പം എന്ന് പറയുന്ന വിഭാഗത്തിൽ. അപ്പൊ ഭക്തിഗാനങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മാലപ്പാട്ടുകൾ പറഞ്ഞു. ഇനി അതിൽ പെടുന്ന മറ്റൊരു വിഭാഗമാണ് ഏത്? ഉറുദി ഗാനങ്ങൾ. ഏതാ ഉറുദി ഗാനങ്ങൾ? ഏതാ? ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇസ്ലാം കാര്യം കലിമ അവിടെ എത്തുമ്പോ മുണുങ്ങിപ്പോയി അല്ലേ? അപ്പോ ഇസ്ലാം ഉറുദി ഗാനങ്ങൾ കണ്ടോ? ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഇസ്ലാം നരകം അവരുടെ വീടാണ്.
കണ്ടോ, നിങ്ങളൊക്കെ ഇപ്പൊ ദർസിൽ പഠിക്കുന്ന ആളുകളാ. പണ്ട് കാലത്ത് ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി അവിടുത്തെ പണ്ട് കാലത്ത് ഉസ്താദുമാര് ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ പണ്ട് കാലത്ത് ദർസ് പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ ഒരു ലീവിന് വരുന്ന കുട്ടികളോട് ഉമ്മ ചോദിക്കും അത്രേ, മോനെ എന്തായിരുന്നു ദർസിലൊക്കെ ഉഷാറല്ലേ, കഴിക്കാനൊക്കെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ നടക്കാറില്ല. അപ്പൊ കുട്ടി ഉമ്മക്ക് കൊടുക്കുന്ന മറുപടി പോലും ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഒരു പാട്ട് രൂപത്തിലായിരുന്നു. എന്തായിരുന്നു? കൂട്ടാനുഹു ഫിൽ ലൈലി കൊട്ടം മാന്തളൂ കേട്ടോ ഞങ്ങള് ണ്ടോ, 2 വരിയേ ഉള്ളൂ. ആ 2 വരിയിലാണ് കുട്ടി മറുപടി കൊടുക്കുക ഉമ്മാക്ക്. കൂട്ടാനുഹു ഫിൽ ലൈലി കൊട്ടം മാന്തളു. എന്താണ്? രാത്രിയിൽ കഴിക്കാൻ കൊട്ടം മാന്തളായിരുന്നു. എന്ത്? ഉണക്ക മാന്തള്. വഫിന്നഹാരിന്നാറജീലു പുമ്മോളു. നേരം വെളുത്തപ്പോ തേങ്ങാ ചമ്മന്തി ആയിരുന്നു എന്ന് പാട്ടിലൂടെ കൊടുക്കുന്ന മറുപടിയാണ്. കണ്ടോ, ഇങ്ങനെ ഒരുപാട് പാട്ട്. കുലു അൽഫഹാമിൻ ഫി നായിന്റെ വാല് ഫിയോടന്റെ കോയില് കൂടിലായത്തെ കവ്വമൂ. കണ്ടോ, ഏതാ? നായിന്റെ വാല്. നമ്മൾ പറയാറില്ലേ, 10,000 കൊല്ലം ഓടക്കോയലിന്റെ ഉള്ളിലിട്ടാലും ഇത് നീരൂല എന്ന് പോലും പണ്ടത്തെ ഉറുദി ഗാനങ്ങൾ ചെറിയ മൊഴികളായിട്ടായിരുന്നു പാട്ടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാ. കണ്ടോ, വളരെ സിമ്പിളായിട്ട്. അപ്പൊ പേരിമ്പം എന്ന് പറയുന്ന വിഭാഗം നമ്മൾ പഠിച്ചോ. എന്നാ പേരിമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിഗാനങ്ങള്, മാലപ്പാട്ടുകള്, ഉറുദി ഗാനങ്ങള് അല്ലേ? എന്നാ ഒരു ഭക്തിഗാനം നിങ്ങളൊന്ന് പറഞ്ഞേരി. പടച്ചോനെ ഞാൻ കേൾക്കണില്ലല്ലോ. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ആരാധന. കണ്ടോ, ഒരെന്നെ പാടി തുടങ്ങി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഏത്? പേരിമ്പ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിഭാഗം ഏതായിരുന്നു? ഏതാ? ചിറ്റിമ്പം അല്ലേ? ഏതാ വിഭാഗം? ചിറ്റിമ്പം. എന്താണ് ചിറ്റിമ്പം എന്ന് പറഞ്ഞാല്? നിങ്ങൾ നമ്മളെ ഉമ്മാമ്മമാരെ കണ്ടില്ലേ അല്ലേ? ഒരു ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ലോകം ആസ്വദിക്കുന്നത് കണ്ടിരിക്കുന്നോ? ആസ്വദിക്കുന്നത് കണ്ടുന്നോ? നിങ്ങൾക്ക് ഉമ്മാമ്മമാരില്ലേ? ആ ഉമ്മാമ്മമാര് നമ്മുടെ ആ കസാലയിൽ അങ്ങനെ ഇരുന്നിട്ട് അവരുടെ ചെവിടിലുള്ള ചിറ്റ് കണ്ടിരിക്കുന്ന നിങ്ങൾ അല്ലേ? അവർ ഇമ്പം തീർക്കുന്ന ആളുകളാണ്. ചിറ്റുകൊണ്ട് ഇമ്പം തീർത്ത് ആ കൊലായിൽ ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. കണ്ടോ, ലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് അവസാന സമയം ചിന്തിക്കുന്ന ആളുകളാണ് അവർ. എന്ന് വെച്ചാൽ ചിറ്റിമ്പം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ലൗകികമായ വിഷയങ്ങൾ, അല്ലാതെ ലോകത്ത് നടക്കുന്ന സകലമാന വിഷയങ്ങളിലും പ്രതിപാദിക്കുന്ന പാട്ടുകൾ അല്ലേ? ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും, യുദ്ധം, തമാശ, സന്ദേശം, പ്രകൃതി, ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വിഭാഗമാണ് ഏത്? ചിറ്റിമ്പം. ഇനി അതിന് ഉദാഹരണം വേണ്ടേ? എന്നാ പിടിച്ചോളിയത്. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യനെ വെറുത്തകറ്റും, മതമത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യൻ തോൽക്കും. ഏതാ വിഭാഗം? ചിറ്റിമ്പം. അതായത് ഒരു സന്ദേശഗാനമാണ്. എന്താ സന്ദേശം പറയുന്നത്? മനസ്സിൽ ഇബ്ലീസ് കടന്നു കഴിഞ്ഞാൽ മതമത്സരം അല്ലെ, മതങ്ങളുടെ പേരിൽ, മതവർഗീയതയുടെ പേരിൽ ഒരു പാട്ട് കൊണ്ടാണ് അവിടെ ഒരു ആശയം ഉണ്ടാകുന്നത്. കണ്ടോ, ഒരു പാട്ട് കൊണ്ട് ഒരു ആശയം അവിടെ ഉണ്ടായിത്തീരുകയാണ്. നിങ്ങൾ നോക്കി, ആകാശത്തു കൂടെ ഒരു വിമാനം പറന്നു പോയ സമയത്തായിരുന്നു UK അബൂ സഹില എന്ന് പറയുന്ന കവി ആ വിമാനത്തെ നോക്കി പാടിയ ഒരു പാട്ടുണ്ട്. ഏതാ അറിയോ? മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിന്റെ കൂട്ടമെന്നോണം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിതിന്മേലെ ദീപാലങ്കൃതമായൊരു മംഗലപന്ത്, കണ്ണിൽ കടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ,
കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്കു പതിക്കേണം. കൽബ് തുറന്നു പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറു താരകണങ്ങൾ എത്രയുമുണ്ടെന്നോർക്കേണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പറന്നിടും വിമാനം എടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്ന ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ, അവയുടെ ദൂരവലുപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം. തിരിഞ്ഞെന്തെങ്കിലും എന്താ തിരിഞ്ഞേ? മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിന്റെ കൂട്ടം. എന്താണ് മിന്നിത്തിളങ്ങുന്നത്? ആകാശത്ത് നക്ഷത്രം. അതാ പറയുന്നത്, മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. നക്ഷത്രങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്നിട്ട് പറയാ, കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്കു പതിക്കേണം. കേട്ടോ, കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് പതിക്കേണം. കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറു താരകണങ്ങൾ എത്രയുമുണ്ടെന്നോർക്കേണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പറത്തിടും വിമാനം എടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. അവിടെ ഒരു സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത്, അല്ലേ? ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കി അമൈത്ത അള്ളാഹുവിൻ്റെ അപദാനങ്ങളെ പറയപ്പെടുന്ന സന്ദേശഗാനമാണത്. കണ്ടോ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദേശഗാനങ്ങളുണ്ട്, ഇല്ലേ? ഒരു വിഷയം, ഒരു പാട്ട് എഴുതാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആശയത്തോടൊപ്പം നിൽക്കണം. നിങ്ങളിങ്ങനെ കുലിക്കൊക്കെ കളിക്കല്ലേ, ഒരു മൈലാഞ്ചിപ്പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാടി കളിക്കും. ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുക. കണ്ടോ, അവിടെ പ്ലേ തുള്ളൽ തുടങ്ങി. കണ്ടോ, ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തുള്ളും. കാരണം എന്താ? ഉണ്ടോസാക്കി കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് കളിക്കണ ആൾക്കാരാ. ഉണ്ടോസാക്കി ഒരു കുല മുന്തിരി കണ്ടോ വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇത് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം എന്താ? ഡാൻസ് കളിക്കുന്നവർക്ക് അതിൻ്റെ ട്യൂണിൻ്റെ ഇമ്പം കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആശയമാണ് പ്രധാനം. കണ്ടോ, ആശയത്തിൻ്റെ ഒപ്പമാണ് പാട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് യമൻ കെട്ടി ഇഷിൽ, അതായത് അള്ളാ തിരുപേരിൻ്റെ ഹൗലുങ്കരെന്നൊക്കെ ഒരു ഫിലിമിൽ അടിയുണ്ടായ ഒരു രംഗമൊക്കെ ഉണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അള്ളാ തിരുപേരും എന്നിട്ട് മറ്റവനെ പിടിച്ച് തള്ളുക, എന്നിട്ട് ഹൗലുങ്കരേക്ക് ഇടുക, എന്നിട്ട് ഹൗലിന്ന് പിടിച്ചു അവനെ പിന്നെയും കുത്തുക. കണ്ടോ, ഈ അടുത്ത കാലത്ത് ഏതോ ഒരു പള്ളി ദർസ് പഠിക്കുന്ന, ഞങ്ങൾ അങ്ങനെ ആണെന്നല്ല, ദർസ് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ വരെ അടി. ഈ അടുത്ത വടക്കഞ്ചേരി സബ്ബിൽ ഞാനൊരു ജഡ്ജ്മെന്റിന് പോയി. റഹ്മാനായ റബ്ബേ, ഈ മേലിൽ അങ്ങോട്ട് പോവില്ല. വേദി 1 ഒപ്പന മത്സരം വിധി നിർണയം നടത്തുക. നേരെ അപ്പുറത്ത് കോൽക്കളി മത്സര. കസാല ഇങ്ങനെ പാറുന്നുണ്ട്. കോൽക്കളി സാധാരണ കോലോണ്ടാണല്ലോ കളി. അപ്പൊ കസാല പാറിന് കണ്ടപ്പോൾ വെറുതെ നോക്കിയത്. അപ്പൊ കോൽക്കളിയിൽ പ്രൈസ് കിട്ടാത്ത ടീമുകൾ തമ്മിൽ അടി ഉണ്ടാക്കുക. കണ്ടോ, അപ്പൊ ഇതാണ് നമ്മുടെ കലയുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ മാറിയിട്ടുണ്ട്. കലയെ കലാപമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറ്റപ്പെടുത്തുകയല്ല. കണ്ടോ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഏതായിരുന്നു? ചിറ്റിമ്പം, അല്ലേ? തമാശപ്പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അല്ലേ? തമാശപ്പാട്ടുകൾ നിങ്ങൾ കേട്ടിക്കുന്നോ? കേട്ടില്ല? എന്താ കേട്ടപ്പോ പാട്ടുകളൊന്നും പറയും എന്ന് പറയുന്നുണ്ടല്ലോ. കേട്ട പാട്ടുകൾ പറയും. പുന്നാര പുയ്യാപ്പിളെ കൊയ്ക്ക് മാറ്റിക്കോളി, കേട്ടണ? കയ്യും മോറും കേകി കാളി ഔത്തേക്ക് കേറിപ്പോരി, പെരേലൊക്കെ സുഖം തന്നല്ലേ, കൊയ്ത്തും മെതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് കൊയങ്ങിയോ, പെരുത്ത് നാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പിണങ്ങിയോ, വല്ല വെറുപ്പും മനസ്സിൽ കുടുങ്ങിയോ, അല്ലേ? അമ്മായിമാരോട് തെറ്റിപ്പോയ പുയ്യാപ്പിളാര് അമ്മായിമ്മ സോപ്പിട്ട് സൽക്കരിക്കുക. എങ്ങാ പുന്നാര പുയ്യാപ്പിളെ കൊയ്ക്ക് മാറ്റിക്കോളി, കയ്യുമോറും കൈകി കാളി ഔത്തേക്ക് കേറിപ്പോരി, പെരേലൊക്കെ സുഖം തന്നല്ലേ, കൊയ്ത്തും മെതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് കൊയങ്ങിയോ, പെരുത്ത് നാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പിണങ്ങിയോ, വല്ല വെറുപ്പും മനസ്സിൽ കുടുങ്ങിയോ, മുത്തായ പുയ്യാപ്പിളേ
ഞമ്മളെ മുത്തായ പുയ്യാപ്പിളെ ഫാന് സ്വിച്ചിട്ടോളി, സർബത്തത കുടിച്ചോളി, സിഗരറ്റ് വലിച്ചോളി, ബീർത്തല്ലിക്കണ കണ്ടില്ല പെണ്ണെ, തണുത്തതെന്തേലും കൊടുക്കടി, കോഴിയറത്ത്. കണ്ടോ, ഇങ്ങനെയുള്ള വളരെ രസകരമായ പാട്ട്. ചിറ്റിമ്പം കണ്ടോ, എത്ര തെക്കേലെ കോയാന് കാണാതായി, വക്കാണം കൂടിയിട്ട് തെറ്റിപ്പോയി, തക്കാരം കൂടിയോല് ബേജാറായി, തെക്കും വടക്കും തെരഞ്ഞ് പോയി. തമാശപ്പാട്ടുകളാണ്. കതിയന്താത്താക്ക് ഇന്നലെ വന്നൊരു മൂന്നാം മാരനെ, ആഫ് ഷർട്ടും തലയിൽ കെട്ടും, എന്തൊരു സുന്ദരനെ ഓന്, എന്തൊരു സുന്ദരനെ. കമ്മത് മൂപ്പൻ പേരാണ്, കണ്ണിലെ ഉണ്ണി കറുപ്പാണ്, മുക്കിറി മൂക്ക് വളഞ്ഞാണ്, മുമ്പോട്ട് പൊന്തിയ പല്ലാണ്, മുമ്പോട്ട് പൊന്തിയ പല്ലാണ്. കതിയന്താത്താ, കതിയന്താത്താ. കണ്ടോ കണ്ടോ, ഇതാണ് നമ്മളെല്ലാവർക്കും ആവശ്യമുള്ള പാട്ടുകൾ. ഇങ്ങനെ തമാശ പാട്ടുകൾ. പണ്ട് കാലത്ത് നോമ്പ് തുറക്കുന്നത് അറിയിപ്പ്, ഇപ്പോഴല്ലേ നമുക്കൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടായത്. പണ്ട് കാലത്ത് പടക്കം പൊട്ടിച്ചിട്ടായിരുന്നു നോമ്പ് തുറ അറിയിപ്പ് നൽകിയത്, അല്ലേ ഉസ്താദെ? കദീന പൊട്ടിച്ചിട്ടിട്ടായിരുന്നു പണ്ട് കാലത്ത് നോമ്പ് തുറ അറിയിപ്പ് നൽകിയത്. ആ കാലത്ത് ഈ എന്താ പറയുക, ഒരു ചെറിയ പീഡികത്തിണ്ണയിലൊക്കെ കൂടിയിരിക്കുന്ന ആളുകൾ, വളരെ രസകരമായിട്ട് രസികന്മാരായിട്ടുള്ള ആളുകൾ, ഈ പാട്ട് കെട്ടുന്ന ആളുകളാ. അവരൊരു സമയത്ത് ഈ കദീന നോമ്പ് തുറ അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ചെങ്ങായി കദീന പൊട്ടിക്കുക, അത് ഇവൻ്റെ നടയിൽ വെച്ച് പൊട്ടി. ഇവിടെ വെച്ച് നടയിൽ വെച്ച് പൊട്ടിപ്പോയി പടക്കം. അങ്ങനെ അത് പൊട്ടിയ സമയത്ത് ആ നാട്ടിലെ പ്രാദേശികരായിട്ടുള്ള ആളുകൾ പാടി നടന്നൊരു പാട്ടുണ്ട്. ഏതാ പാട്ട് അറിയാം നിങ്ങൾക്ക്? അപ്പോഴും പറഞ്ഞു ഞാനാ തല നരച്ച തന്തയോട്, വെടിമരുന്നിന് തീ കൊടുക്കുമ്പോ ഓടണം തന്തേ, പോരാ ചാടണം തന്തേ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഒരു പാട്ടിലൂടെ മറുപടി. അപ്പോഴും പറഞ്ഞിനി ഞാനാ തല നരച്ച തന്തനോട്, ഒരു വയസ്സായ കാക്കയാണ് എന്തിന് ഈ പടക്കത്തിന് തീ കൊടുക്കണത്. എന്നിട്ട് അപ്പോഴും പറഞ്ഞ് ഞാൻ ആ തല നരച്ച തന്തയോട്, വെടിമരുന്നിന് തീ കൊടുക്കുമ്പോൾ ഓടണം തന്തേ, പോരാ ചാടണം തന്തേന്ന്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഇവിടെ നടക്കുന്ന സംഗതികളല്ലേ. ആശയം നോക്കി വളരെ ലളിതമാണ്, നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലാണ് ആ പാട്ട് പോലും ചിട്ടപ്പെടുത്തിയത്, അല്ലേ? പണ്ട് കാലത്ത് നല്ലളം ബീരാൻക എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു, കോഴിക്കോട്ടുകാരനായിട്ടുള്ള കവി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചെങ്ങായി ഇങ്ങനെ ഹൗലിന്ന് വുളു എടുക്കുന്നതിന് മുമ്പ് ഹൗലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡെയിലി വന്ന് മൂത്രമൊഴിക്കും, ഡെയിലി വന്ന് പാത്തു. അങ്ങനെ നല്ലോളം ബീരാങ്കനോട് ആൾക്കാർ വന്ന് പരാതി പറയാം, ബീരാങ്ക നിങ്ങളൊരു സഹായം ചെയ്യണം, ഒരു ചെങ്ങായി കുറേ കാലമായി ഇതിങ്ങനെ ഹൗലിൻ്റെ സൈഡിൽ മൂത്രമൊഴിച്ച് പോണ്, ഇവിടെ വല്ലാത്ത സ്മെല്ലാണ്, നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന്. അങ്ങനെ നല്ലോളം ബീരാങ്ക കരിക്കട്ട എടുത്തിട്ട് ആ ഹൗലിൻ്റെ സൈഡിൽ ഒരു പാട്ട് എഴുതി. ആകെ 2 വരിയുള്ളൂ, പക്ഷെ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ആ 2 വരി. ഹൗലിൻ്റെ വക്കത്ത് പാത്തല്ലേ പോത്തേ, നാളെ ഹൗലുൽ കൗസർ കുടിക്കണ്ടേ മുത്തേ. കണ്ടോ, 2 വരിയിൽ ഹൗലിൻ്റെ വക്കത്ത് പാത്തല്ലേ പോത്തേ, നാളെ അതിൻ്റെ ശേഷം പിന്നെ മൂത്രമൊഴിക്കാൻ ആ വൈക്ക് പോയില്ല. കണ്ടോ, ഒരു പാട്ടിലൂടെ 2 വരിയിലൂടെ കൊടുത്ത മറുപടിയാണത്. എന്ത് സിമ്പിളാ. ഒരു ഉമ്മ കുട്ടിയെ ഇങ്ങനെ ഉറക്കുന്നതിന് വേണ്ടി തൊട്ടിലാക്കുക, നിമിഷ നേരം കൊണ്ടാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. തൊട്ടിലിങ്ങനെ ആട്ടി ഉറക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ താരാട്ടുപാട്ട് ഇങ്ങനെ പാടി ഉറക്കുന്ന സമയത്ത് നല്ലോളം ബീരാങ്ക നടന്നു പോവുക. നല്ലോളം ബീരാങ്കൻ്റെ ഒരുപാട് രസകരമായ ചരിത്രങ്ങളുണ്ട്. നടന്നു പോകുക, അപ്പം ഇങ്ങനെ ആരാണ് മുത്തേ കെസ്, ഉമ്മ ചോദിക്കുക ഇങ്ങനെ മൂളിപ്പോകുമ്പോൾ, ആരാണ് മുത്തേ കെസ് മൂളി പോകണ്. ഒറ്റ ചോദ്യം ഉമ്മ ചോദിച്ചിട്ടുള്ളൂ, മറുപടി നല്ലോളം ബീരാങ്ക പറയാ, ആരംഭമുത്ത് ശുചായി ബീരാനാണ്. നോക്കി, ആരാണ് മുത്തേ കെസ് മൂളി പോകണ്. ഉടനടി മറുപടി, ആരംഭമുത്ത് ശുചായി ബീരാനാണ്. ഉണ്ടോ, ഏതാ വിഷയം, ഏതാ വിഭാഗം? ചിറ്റിമ്പം. ഉണ്ടോ, പണ്ട് പ്രണയം പറയുന്നത് പോലും പാട്ടുകളിലൂടെ, അല്ലേ? പ്രണയങ്ങൾക്ക് ഇഷ്ടല്ലേ? ആന്ന്
ഉണ്ടോ? പ്രണയം പറയുന്നത് പോലും പാട്ടുകൾ വളരെ രസകരമായിട്ടുള്ള അല്ലേ. എന്നിട്ട് പ്രണയം നിരസിക്കുമ്പോൾ അവസാനം പാട്ട് എഴുതിയ മറുപടി ഇങ്ങനെ: മാണിക്യക്കല്ലേ നീ രണ്ടാലൊന്ന് പറഞ്ഞാളാ, അല്ലെങ്കിൽ വല്ല മരുന്നും തന്നെന്നെ കൊന്നാളാ. ഉണ്ടോ? മാണിക്യക്കല്ലേ ഇജ് രണ്ടിലൊന്ന് പറഞ്ഞേള്, അല്ലെങ്കിൽ വല്ല മരുന്നും വിഷവും തന്ന് ഇന്നെ കൊന്നാളാന്ന്. അതിനുശേഷം അവിടെ പ്രണയം തുടങ്ങി. കണ്ടോ? പ്രണയം തുടങ്ങാൻ പോലും ഇപ്പൊ പാട്ടുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ചിറ്റിമ്പം എന്ന് പറയാം. അപ്പൊ സന്ദേശഗാനങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ അല്ലേ. പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങൾ അടുത്ത നാട്ടുകാരനായിട്ടുള്ള ടി ഉബൈദ് സാഹിബിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. മഞ്ഞണിഞ്ഞ മാമല തുനിഞ്ഞിടും മലനാട്ടില് എന്നൊക്കെ തുടങ്ങുന്ന വളരെ മനോഹരമായ ടി ഉബൈദ് സാഹിബിനെ പോലെയുള്ള ആളുകളുടെ മണ്ണാണ് കാസർഗോഡ്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ അതുലിത സൗഭാഗ്യത്തികവാൽനൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. അതുപോലെ തന്നെ ഈ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് തുഞ്ചന്റെ കേട്ടുണ തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. തെയ്യവും കഥകളി നാവേർ പാടിയ നാടിത കേരമരങ്ങൾ, താഴിക പൊൻകുടമേന്തി നിര നിന്നേ കണികളും പുലരിയും തെളിയുഷ മലരിൽ മാമ്പൂ മഞ്ഞവും തൂകി. കേരള മമ്മക്കൾ കേരള നാടിൻ വാഴ്വീതേ തുഞ്ചന്റെ. കണ്ടോ? പുഞ്ചിരി ചുടിയിൽ നെഞ്ചിലും പിരിശം, വഞ്ചന എന്തെന്നറിയില്ല. പലവിധ ജാതി പല മതമെന്നാൽ വൈരികളാവാൻ ഇന്നില്ല. പള്ളിയും അമ്പലം മസ്ജിദും തൊട്ടതിലാർക്കും എതിരില്ല. പരിമളമി പൂങ്കാവിലൊരമ്മ പെറ്റൊരു മക്കൾ പൊരുതില്ല. മരതക മണിമല മധുമൊഴി ഇതുകുലം കുയിലായി വൈദ്യരി ചങ്ങമ്പുഴയും പാടിയ ഈരടി കരളിൽ നിറയും. മലയാള മൊഴി നമുക്ക് അതിർപ്പമിതാ, മഹിയെങ്കും വെട്ടുമണർ പൊരുത്തമിതാ. മലരണി കാടുകൾ തിങ്ങിയ സ്ഥാനമിതാ തുഞ്ചന്റെ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. കണ്ടോ? ഇപ്പൊ പ്രകൃതിയെ വർണ്ണിച്ചു നമുക്ക് പാട്ടായി. ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇടക്ക് നിങ്ങളോട് ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല. തിരിയുന്നുണ്ടോ അല്ലേ? ദുനിയാവീതെന്ത് പുതുമപ്പറമ്പാണ്. നിങ്ങൾ അടുത്ത നാട്ടുകാരനെ എഴുതിയ ടി ഉബൈദ് സാഹിബിന്റെ പാട്ടാ. ദുനിയാവീതെന്ത് പുതുമപ്പറമ്പാണ്, ആലം ഉടയോനെ ഇതിലെ ദോഷഗുണങ്ങൾ തൻ സിറും ഹക്കീക്കത്തും ആരാരറിവാനേ. മനുജൻ തോലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേ ഹക്കല്ല, മുഴുതും മാറും വേളുപ്പിൽ കറുപ്പോ കറുപ്പിൽ വെളുപ്പോ സ്ഥിരമല്ല. രാവാം കരിങ്കാളി പെണ്ണിൻ ഭയറ്റിൽ വിവാദം പിറക്കുന്നു. സ്വയം താൻ റബ്ബെന്നു വാദിച്ച ഫിർഔന്റെ അംഗത്തിൽ മൂസ ചിരിക്കുന്നു. പാവന പള്ളിപ്പറമ്പിലും പാമ്പ് പടം പൊക്കിച്ചീറ്റുന്നു. മൂരത്ത പാറക്കടിയിൽ തെളിനീരുറയുന്നു, സ്വർണം വിളയുന്നു. കണ്ടോ? ദുനിയാവിതെന്ത് പുതുമപ്പറമ്പാണ്. ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഒരു അവസ്ഥയിലാണ് എന്ന് വളരെ ദാർശനികമായിട്ടായിരുന്നു ടി ഉബൈദ് സാഹിബിന്റെ രചനകൾ. ഇന്നലെ ഇവിടെ കേച്ച് താനൂര് വന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടി തന്നില്ലേ. പട്ടാപ്പകല് പാടിയോ? പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല അല്ലേ.
നമ്മളെ ഒരു മനുഷ്യന്റെ അവസ്ഥ. പലരും ഞമ്മളെ മക്കാറാക്കണ് പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. പവിഴപ്പുറ്റുകൾ എന്നു നിരീച്ചതു പാമ്പിൻ പുറ്റുകളാണേ, പവിഴപ്പുറ്റുകൾ എന്നു നിരീച്ചതു പാമ്പിൻ പുറ്റുകളാണേ, പനിനീർച്ചോലകൾ എന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ, പനിനീർച്ചോലകൾ എന്നു നിരീച്ചതു കണ്ണീർ ചാലുകളാണേ. പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. കണ്ടോ ചിറ്റിമ്പം. നമ്മുടെ അവസ്ഥകൾ വരെ. പണ്ട് കുഞ്ഞായി മുസ്ലിയാരുടെ ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിണോ? കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഈ മേഖലയിൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതിനൊക്കെ കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. കുഞ്ഞായി മുസ്ലിയാരുടെ ദാർശനിക അല്ലെ, കുഞ്ഞായി മുസ്ലിയാരുടെയും മങ്ങാട്ടച്ഛൻ്റെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. വളരെ രസികനായ മങ്ങാട്ടച്ഛൻ്റെ കഥ നമ്മൾ പറയാറുണ്ട്, കുഞ്ഞായി മുസ്ലിയാരുടെ കഥകൾ പറയാറുണ്ട്. ഈ കുഞ്ഞായി മുസ്ലിയാരുടെ ഒരു പാട്ട് പോലുണ്ട്, കപ്പപ്പാട്ട് എന്നാണെന്ന് പറയാം. മനുഷ്യ ജീവിതത്തെ കപ്പലിനോട് ഉപമിപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറയാ, പായക്കപ്പലിനോട് ഒപ്പിച്ചുകൊണ്ട് കുഞ്ഞായി മുസ്ലിയാരുടെ കണ്ടിട്ടറിവാനോ കണ്ണില്ലേ പൊട്ട, കാരുണർ ചൊന്ന ചൊൽ കേട്ടില്ലേ പൊട്ട, പാലം മുറിഞ്ഞാൽ കടക്കാമോ പൊട്ട എന്നു തുടങ്ങുന്ന വളരെ മനോഹരമായ പ്രവാചകനെ കുറിച്ച് ആദ്യമായി മദ്ഹ് എഴുതിയ ആള് പോലും ആരാണ്? കുഞ്ഞായി മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ മദ്ഹ് ഗാനം വളരെ അല്ലേ, മണ്ണവരെ മതിയുത്തവരെ മണിമക്കയുദിത്തവരെ. കണ്ടോ, പ്രവാചക പ്രകീർത്തനങ്ങൾ പോലും കുഞ്ഞായി മുസ്ലിയാരുടെ ദാർശനിക കാവ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പാട്ടുകൾ എല്ലാം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ചിറ്റിമ്പം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തൊരു വിഭാഗമാണ് ഇത് ആഷ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്നതൊക്കെ ആഷാണ്. എന്താ ആഷ്? ആഷ് എന്താ? മുഹബത്ത്. എന്ത് മുഹബത്ത്? മഹാന്മാരോട് ആ പ്രവാചക പ്രകീർത്തനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ അല്ലേ, സ്വഹാബാക്കളെ പ്രകീർത്തിച്ച് പാടുന്ന പാട്ടുകൾ അല്ലേ, ഔലിയാക്കളെ പ്രകീർത്തിച്ച് പാടുന്ന പാട്ടുകൾ. ഇനി നിങ്ങൾ ഇന്നെ പ്രകീർത്തിച്ച് പാടിയാലും ഞാൻ നിങ്ങളെ പ്രകീർത്തിച്ച് പാടിയാലും ഒക്കെ ഏതു വിഭാഗത്തിലാണ്? ആഷ് എന്ന് പറയുന്ന വിഭാഗം. പ്രകീർത്തന ഗാനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ അല്ലേ. നബി നബി ഉലകിൽ ആണ്ടോ നിങ്ങൾ പാടി. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അലിവിൻ്റെ കേദാരഭൂവി കണ്ടു, അലിവിൻ്റെ കേദാരഭൂവി കണ്ടു. തോഹ റസൂലുള്ളാവേ തിങ്കൾ ഹബീബുള്ളാവേ, ത്വയ്ബാ പതിയൻ ജീവേ തൗഹീദൊളി നീലാവേ. ഏതാ വിഭാഗം? ആഷ്. മദ്ഹ് ഗാനല്ലേ. ഇനി നിങ്ങൾക്ക് അറിയുന്ന മദ്ഹ് ഗാനം പറ. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നിറമെന്താണ് അവരുടെ രൂപമെന്താണ് അല്ലേ. അൽ അമീൻ എന്നാണു വിളിപ്പേര്, തോഹ നബിയുള്ള അല്പവും ചെയ്തില്ല അവർ പോര്, അത്ഭുതം തീർത്തുള്ളൊരു നേതാവ് ഖാത്തിം സ്വല്ലല്ലാഹ് അഹദിനന്ത്യ പ്രവാചകരാം പൂവ്, മണിമക്കത്തുദയം ചെയ്ത മഹബൂബർ നബി സ്വല്ലല്ലാഹ് മഹിമക്കടലാണവരല്ല, മനസ്സിൽ മധുരിക്കും മുല്ല.
അൽ അമീൻ അൽ അമീൻ. ഏതാണ്? ആഷ് എന്ന് പറയുന്ന വിഭാഗം. മമ്പൂറപ്പൂ മൗലദവിയിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാ. മമ്പൂറപ്പൂ മഖാമിലെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാ. അമ്പൻ തൗഫീക്കിൽ മൂത്തവർ ഹലർ മൗത്തിലുദീത്തവർ ഇമ്മലബാറണൈന്തവർ ഇസ്ലാമിൻ തേജസ്സാണവർ. മമ്പൂറ പൂമഖാമിലെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലി സയ്യിദലവി റളിയല്ലാ. ഉറക്ക് വരുന്നുണ്ടോ? മമ്പുറം തങ്ങളെ പ്രകീർത്തിക്കുന്ന ഗാനം അല്ലേ? മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജ നിധിയേ മായാത്ത മണിയേ ഷാഹിദെ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദെ അബ്ദുൽ ഖാദിറോലിയേ. ആരെ കുറിച്ച്? മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച്. കണ്ടോ? ഇതൊക്കെ ഏതു വിഭാഗത്തിലാണ്? ആഷ് എന്ന് പറയുന്നു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവി എല്ലാരും ഖദീജ ബീവി. മാഷാ അല്ലാഹ്. ഉണ്ടോ? ആരെ കുറിച്ചാ പ്രകീർത്തിച്ചത്? ഖദീജ ബീവിയെ കുറിച്ച് അല്ലേ? ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ അലി ഹൈദറിൻ പ്രിയ ബിഡർ ഫാത്തിമ ആശി ചോരൂറുമാൻ പഴം തിന്നുവാൻ അത് പൂ മാരനോട് പറഞ്ഞു വാങ്ങാൻ. ആരെ കുറിച്ചാ പ്രകീർത്തിച്ചത്? ഫാത്തിമ ബീവിയെ കുറിച്ച്. കണ്ടോ? ഇങ്ങനെ നിരവധിയായിട്ടുള്ള ദേശങ്ങൾ തേടി ദീനിൻ ചവരാം സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ റസൂലിന്റെ സത്യമതത്തിൻ വാഹകരാം അല്ലേ? നിരവധി സ്വഹാബാക്കളെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ. അപ്പൊ എത്ര പാട്ടുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? പ്രകീർത്തന ഗാനങ്ങൾ പെട്ടതായത് ആഷ് എന്ന് പറയുന്ന വിഭാഗം അല്ലേ? പ്രകീർത്തന ഗാനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ. ഇനി ഏതാ അടുത്ത വിഭാഗം? മധുരക്കവി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭാഗ. നിങ്ങൾ കേട്ടില്ലേ പ്രണയഗാനങ്ങള്? മുത്തേ പൂവേ കർളേ കേട്ടില്ലേ? കൽബിനുള്ളിലെ അല്ലേ? പഞ്ചാരത്തേനല്ലേ പൂവേ, ഇങ്ങനെയുള്ള പല പാട്ടുകൾ അല്ലേ? നെഞ്ചിനുള്ളി നീയാണ്, കണ്ണിൻ മുന്നിൽ കണ്ണടച്ചാൽ പൂവിതളല്ലേ. എല്ലതും അറിയാം, ഒക്കെ പഠിച്ചു വെച്ചിക്കുന്നു അല്ലേ? എല്ലതും അറിയാം. ഉണ്ടോ? ലൈലേ ലൈലേ 10 റുപ്യക്ക് 4 അയില, ഇതിന്റെ ഉച്ചക്കത്തെ കറിയല്ലേ അല്ലേ? ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്രണയഗാനങ്ങൾ എത്ര പ്രണയഗാനങ്ങളുണ്ട് അല്ലേ? എന്നാ ഏറ്റവും ആദ്യം പ്രണയം പറഞ്ഞ ഒരു കവിയുണ്ട്. ആളറിയോ? മഹാകവി മോയിൻകുട്ടി വൈദ്യരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടുന്നാ?
മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കാവ്യപ്രപഞ്ച ബദർ പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ട്, ഹിജിറ, മലപ്പുറം പട, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പാട്ടുകൾ രചിച്ച മഹാനായ ആളായിരുന്നു ആര്? മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ഈ മഹാകവി മോയിൻകുട്ടി വൈദ്യർക്ക് ഒരു സന്തത സഹചാരി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് വേളപ്പുള്ളി അയമൂട്ടി. എന്താണ്? വേളപ്പുള്ളി അയമൂട്ടി. ഈ വേളപ്പുള്ളി അയമൂട്ടിക്ക് ഒരു പ്രണയം ഉണ്ടാവുകയാണ്. ആരോട്? ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഒരു പ്രണയം തോന്നുകയാണ്. ആർക്ക്? വേളപ്പുള്ളി അയമൂട്ടിക്ക്. അങ്ങനെ വേളപ്പുള്ളി അയമൂട്ടി ഓടി വന്ന് വൈദ്യര് ബദറുൽ മുനീർ ഉസ്നുൽ ജമാൽ എന്ന് പറയുന്ന പ്രണയകാവ്യം എഴുതുന്ന തിരക്കില. 21ാമത്തെ വയസ്സിൽ വൈദ്യർക്ക് എന്തേലും പണി? പ്രണയകാവ്യം എഴുതുന്ന പണിയേനി. ആ വൈദ്യരുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് വേളപ്പുള്ളി അയമൂട്ടി പറയാം, മോയിൻകുട്ടിയെ എനിക്കൊരു പാട്ട് എഴുതി തരണം എന്ന്. മോയിൻകുട്ടിയെ എനിക്കൊരു പാട്ട്. അപ്പൊ മോയിൻകുട്ടി വൈദ്യരുടെ അടുത്തേക്ക് ചോദിക്കുക, അതെന്തിനാ എനിക്കൊരു പാട്ട്? അല്ല, അത് വേറൊരു കാര്യമാണ്, അതിൽ കുറച്ച് എരും പുളിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറയാണ്. ആര്? മോയിൻകുട്ടി വൈദ്യരോട് വേളപ്പുള്ളി അയമൂട്ടി. അപ്പൊ കാര്യം പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആശയം കിട്ടണമല്ലോ പാട്ട് എഴുതണമെങ്കിൽ, വേണ്ടേ? ഈ ആശയം ചോദിക്കുകയാണ് ആരോട്? വേളപ്പുള്ളി അയമൂട്ടിനോട് മോയിൻകുട്ടി വൈദ്യര് ചോദിക്കുകയാണ്, ആശയം പറയും. അതൊരു പ്രണയഗാനാണ് എന്ന് പറയാം. ഒരു പ്രണയഗാനം എനിക്കൊന്ന് എഴുതി തരണം. അത് കണ്ട് നിങ്ങൾ എഴുതാൻ പോകാൻ നിൽക്കണ്ട കേട്ടോ, ഇപ്പൊ പണി പാടും. അപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ അടുത്തേക്കും വേളപ്പുള്ളി അയമൂട്ടി അത്യാവശ്യം നന്നായി പാട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് പറയാ, എന്നാൽ പിന്നെ അനക്കാണ്ട് എഴുതിയാൽ പോലെ, എന്തിനാ ഇന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതെന്ന്. അല്ല, ഇജ് എഴുതുമ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു സാഹിത്യമൊക്കെ ഉണ്ടാവും, അപ്പോൾ ഓൾക്ക് എന്നോട് പ്രണയം തോന്നിയാലോ, അതുകൊണ്ട് ഇജൊന്ന് എഴുതി തരാം. അങ്ങനെ വേളപ്പുള്ളി അയമൂട്ടിനോട് മോയിൻകുട്ടി വൈദ്യര് തിരിച്ചു ചോദിക്കുകയാണ്, എന്നാ ജിക്കൊരു കാര്യം ചെയ്തോണ്ട് ആ പെണ്ണിനെ ജിക്കൊന്ന് കാണിച്ചു തരണം എന്ന്. എങ്ങനെ? പെണ്ണിനെ എനിക്കൊന്ന് കാണിച്ചു തരണോ, ഓളെ കണ്ടെങ്കിലേ പാട്ട് വരുള്ളൂ എന്ന്. ഇതൊരു ചരിത്രം പറയാട്ടാ, നിങ്ങൾ അതിൽ ആകൃഷ്ടരായി എങ്ങനെ തൊള്ളയും പൊളിച്ച് നിൽക്കുന്നുണ്ട് ഓരോന്ന്. ഒരു കഥ പറയാ. കൊണ്ടോട്ടി നമ്മളെ അടുത്ത് നീറാട്ട് നടന്നൊരു സംഭവമാണ്. അങ്ങനെ വൈദ്യരെ കൊണ്ട് മനസ്സോട് കൂടിയിട്ട് ആര് പോവാണ്? വേളപ്പുള്ളി അയമൂട്ടി പോവാണ്. നീറാട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഒളിച്ചിക്കുകയാണ്. ആര്? മോയിൻകുട്ടി വൈദ്യരും വേളപ്പുള്ളി അയമൂട്ടിയും രണ്ടുപേരും ഇങ്ങനെ ഒളിച്ചിക്കുക. ദയവ് ഇതൊന്നും വീഡിയോ എടുത്തിക്കാണെങ്കിൽ അവിടെ പോയിട്ട് റഷീദ് മോങ്ങ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒളിച്ച് നിൽക്കുക. അപ്പോൾ മോയിൻകുട്ടിയെ അതാ വരുന്നേ. അങ്ങനെ വളരെ മനോഹരമായി കുളിച്ച് സുന്ദരിയായി പൊട്ടും തൊട്ടിങ്ങനെ വരുന്ന ജാനകി എന്ന് പറയുന്ന ഉണ്ണിമായ എന്നായിരുന്നു അവളുടെ ഓമനപ്പേര്. ആ ഉണ്ണിമായയെ വൈദ്യർക്ക് ആര് കാണിച്ചു കൊടുക്കുകയാണ്? വേളപ്പുള്ളി അയമൂട്ടി കാണിച്ചു കൊടുക്കുക. അപ്പം തന്നെ വൈദ്യര് പാട്ടെഴുതി, ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും. കണ്ടോ, ആശയം സ്പോട്ടിലാ വരുന്നത്. ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും, സുത്തമാം മാലർ വിരിയും സൂക്ഷ്മമിൽ പാല കുറിയും, കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷമുണ്ണിക്കില്ലേ. പേരെന്താ? ഉണ്ണിമായ. എന്നിട്ട് പാട്ടിക്കൂടെ പറയാ, എന്നൊരു വിചാരവും സന്തോഷമുണ്ണിക്കില്ലേ. ബാക്കി ഞാൻ പാടുന്നില്ല, അവിടെ കിടക്കട്ടെ. അതിന്റെ തുടക്കം എങ്ങനെയാണ്? മുത്തുനാവ രത്നമൂകം കത്തിടും മയിലാളെ, മൊഞ്ചൊളിവില് തഞ്ചമേറും കഞ്ചക പൂമോളെ. ഉണ്ടോ? വളരെ രസകരമായിട്ട്. എന്നിട്ട് കൊണ്ടോട്ടി തങ്ങളെ തക്യാവിൽ വെച്ച് ഇത് വിചാരണ ചെയ്യുന്ന കഥയും കൂടിയുണ്ട്. ഉണ്ടോ? അപ്പൊ ഒരു പാട്ട് കൊണ്ട് ഉണ്ടായ നൂലാമാലകളും ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? അതുപോലെ തന്നെ പാട്ട് കൊണ്ടുണ്ടായ പല പ്രണയങ്ങളായാലും പല ആശയങ്ങളും ഒക്കെ പാട്ടിലൂടെ ഒക്കെ. യുദ്ധങ്ങൾ, നേരത്തെ നമ്മൾ ചിറ്റിമ്പം എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ട്, യുദ്ധഗാനങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? യുദ്ധഗാനങ്ങൾ ഇല്ലേ? തോക്കുകൾ നീട്ടും മുമ്പിൽ വാക്കുകളാൽ ബോംബിട്ട് തൂക്കുമരം പുല്ലായി കണ്ടുള്ള മഹാന, ഭാരത മക്കളെ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോന,
വെളുത്ത പിശാചി മണ്ണിൽ വിരളി പിടിച്ചോടുമ്പോൾ തളച്ചിടുവാനായി നമ്മെ നയിച്ച മഹാന ഭാരത മക്കളെ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് പാടിയ പാട്ട് കണ്ടോ. പണ്ട് നമ്മുടെ നാട്ടിലെ മോങ്ങത്ത് ഒരു ഹിച്ച്കോക്കിന്റെ പ്രതിമ ഉണ്ടായിരുന്നു. 921 കലാപമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കലാപത്തിൽ അന്ന് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന അയർലൻഡുകാരനായിട്ടുള്ള ആൾ അവിടെ പോയിട്ടാണ് പിന്നീട് ചാവുന്നത്. അയാളുടെ ഒരു പ്രതിമ മോങ്ങത്ത് വെള്ളുവമ്പ്രത്തിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൈന്ദവ സമുദായത്തിൽ അവിടെ ഭയങ്കര കലാപം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു മാപ്പിളമാർക്ക് പാട്ടുകൊണ്ട് മൂർച്ച കൂട്ടാൻ ആക്കം കൂട്ടിയ ഒരു വരി എഴുതി പോന്നത്. ഏതാ വരിയർ? മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്കു കാണാറാകുമാ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം ഉണ്ടോ. മഞ്ചേരിന്ന് 5-6 മൈല് ദൂരവേ മോങ്ങത്തില് സഞ്ചരിക്കും നോർക്കു കാണാറാകുമാ നിരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം. എന്നിട്ട് പറയാ, നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുയേറ്റ് മുട്ടുവാൻ രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട വേറിംഗ്ലണ്ടില് കണ്ടോ. പ്രാസം പോലും ഒപ്പിച്ചായിരുന്നു കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആള് പാട്ടെഴുതി. ആ പാട്ട് പാടി വന്നുകൊണ്ടാണ് മോങ്ങത്ത് ഹിച്ച്കോക്കിന്റെ പ്രതിമ തച്ച് തകർക്കുന്നത്. കണ്ടോ, ഒരു പാട്ട് ഉണ്ടായ എന്താണ് പാട്ട് കൊണ്ടുണ്ടായ യുദ്ധം. കണ്ടോ ആ പ്രൊട്ടക്ഷൻ. നമ്മൾ അത് അത്രയും പാട്ടിലൂടെ സാഹിത്യങ്ങളിലൂടെ വളരെ ക്രിയാത്മകമായിട്ടാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്, ആക്കം കൂട്ടുന്നത്. കണ്ടോ, ഒരു പാട്ട് മതി സിമ്പിളായിട്ട്. അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ കണ്ടുകെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം പാട്ടുകളുടെ മൂർച്ച കൊണ്ട്. എന്താണ്? വരികളുടെ മൂർച്ച കൊണ്ട് ഇവർക്ക് വീറ് വരികയാണ്, വാശി കൂടുകയാണ്. തകർക്കാനുള്ള വീറും വാശിയും ധൈര്യവും ഒരു പാട്ടിനാൽ ഉണ്ടായിത്തീരുകയാണ്. കണ്ടോ, അപ്പൊ അത്രയും വളരെ മനോഹരമായ രീതിയിൽ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ആശയത്തിനനുസൃതമായിട്ട് അതിൻ്റെ തലം തന്നെ മാറും. അപ്പം നമ്മൾ ചിറ്റിമ്പത്തിനോട് ചേർത്ത് വെക്കാനുള്ളതായിരുന്നു. ഇനി നേരെ നമുക്ക് മധുരക്കവിയിൽ തന്നെ പ്രണയഗാനങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മധുരക്കവിയിൽ പെട്ടതാണ് കത്തുപാട്ടുകൾ. കത്തുപാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ? ഇതിൻ്റെയൊക്കെ കത്തുപാട്ടുകൾ പിന്നെ അസാധ്യമായ വരികളോടുള്ള കത്തുപാട്ടുകളുണ്ട് അല്ലേ. ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തില് ചൊല്ലിയിടുന്നു വസ്സലാം. കണ്ടോ, മകൻ ഉമ്മാക്ക് എഴുതുന്ന എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോദി എൻ്റെ പൊന്നുമ്മാനെ കാണാൻ ഉള്ള പൂതി തഴുകും ഇന്റർനെറ്റിലൂടെ കാഷയക്കും കൂടെ കൂടെ ഇല്ലാരികിൽ സ്നേഹമേകാൻ നിങ്ങളും ഇവിടെ ഞാൻ ഇന്നേകനാണെന്നില്ലേ ഓർമ്മ. ഉമ്മ ഗൾഫിലാണ്, പിതാവ് മരണപ്പെട്ടതാണ്, മകൻ നാട്ടിൽ പഠിക്കുകയാണ് ഒരു ദർസിൽ. അപ്പൊ മകൻ ഉമ്മാക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പാട്ടാണ്. കണ്ടോ, പേർഷ്യയിലേക്ക് അയച്ച കത്ത്. പണ്ട് കാലത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെയുള്ള കത്ത് പാട്ടുകൾ ഏത് വിഭാഗമാണ്? മധുരക്കവി. ഉണ്ടോ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തൊരു വിഭാഗമാണ് ഏതാ? ഒയ്യാരം അല്ലേ. എന്താ ഒയ്യാരം? അതിൽ തന്നെ ഉണ്ട് ആ വാക്കിന് അർത്ഥം. മാഷാ അല്ലാഹ്, താരാട്ട് പാട്ടുകൾ, ശോകഗാനങ്ങൾ. കണ്ടോ, താരാട്ട് പാട്ടുകൾ. ആദ്യമായ താരാട്ട് പാട്ട് കേട്ടത് ആരുടെ അടുത്ത് നിന്നായിരുന്നു? നിങ്ങൾ ആദ്യം താരാട്ട് പാട്ട് കേൾപ്പിച്ചതാരാ? ഉമ്മല്ലേ അല്ലേ?
ഉമ്മ പാടുന്ന താരാട്ട് പാട്ടുള്ള താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു അല്ലേ, എത്ര മനോഹരമായിട്ടാണ് ഉമ്മ കുട്ടിയെ തൊട്ടിലിട്ട് ഉറക്കുന്ന സമയത്ത് പാടുന്നത്. ലാ ഇലാഹ അല്ലേ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കുഞ്ഞിമോന് ഉറങ്ങിക്കോ, കുഞ്ഞാറ്റ മോന് ഉറങ്ങിക്കോ, കുഞ്ഞിമോന്റെ കണ്ണില് ഉറക്കിനെ കൊടുക്കല്ല. കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് നമ്മളെ ഉമ്മമാര് നമുക്ക് ആ പാട്ട് അല്ലേ, പാട്ടങ്ങനെ പാടുന്ന സമയത്ത് കുട്ടി അങ്ങനെ തൊട്ടിൽ കിടന്ന് ഇങ്ങനെ. എന്നാ നേരെ മറിച്ച് ചില കുട്ടികളുണ്ട് എന്ത് തൊട്ടിൽ കണ്ടില്ലേ ആർപ്പും വിളി കൂട്ടുമ്പോ ഉമ്മ പാട്ടിന്റെ ശൈലിയാണ് അല്ലേ, പൊന്ന് മോന് ഉറങ്ങിക്കോ, പാട്ടിന്റെ ടോണും മാറും അല്ലേ. സംഭവം താരാട്ട് പാട്ടാ, കുട്ടി പണ്ടാറ കുരിപ്പ് ഉറങ്ങണില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ ഇങ്ങനെ തൊട്ടിലിന്റെ സ്പീഡും കൂടും ഉറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു പാട്ടിനാൽ സംഭവിക്കുന്ന. പണ്ട് കാലത്ത് ഈ കുണ്ടിൽ കുഞ്ഞാമിന എന്ന് പറയുന്ന ഒരാളില്ലേ പാട്ടുകൾ കെട്ടി മത്സരിച്ചുകൊണ്ട് പാട്ട് കെട്ടിയിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാട്ട് കൊണ്ടൊരു ചൂട്ട് കെട്ടി മോത്ത് കുത്തും ഞാനടി, പാട്ട് കെട്ടറിവില്ല എങ്കിൽ പന്തലി നിറങ്ങടി. കണ്ടോ ആ പ്രാസങ്ങൾ പോലും ഒപ്പിച്ചുകൊണ്ടായിരുന്നു ആ പണ്ട് കാലത്തൊക്കെ പാട്ട്, വളരെ രസകരമായി കൊണ്ടുള്ള പാട്ടുകൾ ഉണ്ടോ. ഇപ്പൊ താരാട്ട് പാട്ടുകൾ അല്ലേ, താരാട്ട് പാട്ടുകൾ ഒരുപാട് താരാട്ട് പാട്ടുകൾ നമുക്കറിയുന്ന പാട്ടുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ശോകഗാനങ്ങൾ. എന്താ ശോകഗാനങ്ങൾ? നമ്മൾ അങ്ങനെ ഇരുത്തുന്ന തലത്തിലുള്ള പാട്ടുകൾ അല്ലേ. ജാതി നോക്കി തീ വച്ചേരിച്ചതാണൻ മൺകുടിൽ, ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാനീ പാതയിൽ, ജാതിയേതാണെന്നറിയാതെ തെരുവിൽ വീണു ഞാൻ. ജാതീയതയുടെ പേരിൽ ഉണ്ടായ ഒരു അനുഭവം. സ്വന്തം പിതാവിനെ മകളുടെ മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് കത്തിക്കുത്തി ഇറക്കുന്ന സമയത്ത് PT അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കവിയുടെ അടുത്ത് പോയിട്ട് ഒരാൾ നൊമ്പരം പറയുക, അദ്ദേഹം അത് ഒപ്പിയെടുക്കുന്നൊരു പാട്ട്. സോറി, VM കുട്ടി മാഷ്. VM കുട്ടി മാഷൊക്കെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. VM കുട്ടി മാഷ് എഴുതിയ ഒരു പാട്ട് അല്ലേ. കട്ടിലിൽ കീടന്നിടും പീതാവിനെ പീഡിച്ചവർ, കത്തിയൂരി നെഞ്ചിലാഴ്ത്തി നിഷ്കരുണം കൊന്നവർ, ചെമ്പരത്തിപ്പൂവുകൾ വീടർന്നതല്ല കൺതടം, ചൂഴ്ന്നെടുത്ത കാഴ്ച കണ്ട് പൊട്ടിയെൻ്റെ ഹൃത്തടം, ചെറ്റവാതില് നീക്കി ജീവൻ കിട്ടുവാനായോടിയേ, ചുറ്റുപാടും തീ പടർന്നൻ കൂരയെ വീഴുങ്ങിയേ, ആർത്തിരമ്പും വൻപട തീപന്തവുമായി നീങ്ങിയേ, ആർത്തനാദത്താൽ തെരുവ് തീപ്പുകയിൽ മുങ്ങിയേ. സ്വന്തം പിതാവിനെ മകളുടെ മുമ്പിൽ ആ വീട് കൂര കത്തിക്കുകയും ഓടിപ്പോയ മകളെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന രംഗം പോലും ഒരു പാട്ടിലൂടെ, അതാണ് ഒരു ആശയം പറയാം. അപ്പോൾ വേദനയെ നമുക്ക് തരുന്ന രീതിയിലുള്ള ശോകമായ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുന്ന തലങ്ങളിലുള്ള എല്ലാ പാട്ടുകളും ഏതു വിഭാഗത്തിലാ? ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല, ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കോരൂത്ത്. കണ്ടോ പ്രവാചകൻ അനുഭവിച്ച വേദനകളും യാതനയും ചെറുപ്പത്തിൽ തന്നെ യതീമായി വളർന്നു വരേണ്ട സാഹചര്യം ഒരു പാട്ടിലൂടെ നമുക്ക് അറിയിക്കുകയാണ്. അബവായിൻ ദേശത്ത് ആമിന ബീവി, അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. അബവായിൻ ദേശത്ത് ആമിന ബീവി, അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. മരണത്തിൻ്റെ സമയത്ത്
ആമിന റളിയല്ലാഹു അൻഹ തേങ്ങുന്ന രംഗം പറയാം, എൻ്റെ മകനിനി ആരാണുള്ളത് എന്ന്. ആരാരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനേ. ആരാരുമില്ല ഈ പൈതലിന്, ആരാര് തുണയേകും തമ്പുരാനേ. അബവായിൻ ദേശത്ത് ആമിന ബീവി, അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. എന്നിട്ട് പറയാ, കുഞ്ഞിക്കൂരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ, കണ്ണീരിൽ ചാലിച്ച മുത്തം നൽകട്ടെ, കഥന കഥകൾ ഞാനിവിടെ വച്ചോട്ടെ. കുഞ്ഞിക്കൂരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ, കണ്ണീരിൽ ചാലിച്ച മുത്തം നൽകട്ടെ, കഥന കഥകൾ ഞാനിവിടെ വച്ചോട്ടെ. അബവായിൻ ദേശത്ത് ആമിന ബീവി, അന്ത്യസമയത്ത് അവരന്ന് തേങ്ങി. പ്രവാചകൻ അനുഭവിച്ച വേദനകൾ, യാതനകളൊക്കെ ഒരു ത്വായിഫ് നഗരി തൻ തരിമണൽ പോലും തേങ്ങിക്കരഞ്ഞിരുന്നു, താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. ത്വായിഫ് നഗരിയിലേക്ക് പോയ സമയത്ത് പ്രവാചകൻ അനുഭവിച്ച വേദനകൾ, അവിടുത്തെ ജനതകൾ കല്ലെറിഞ്ഞ രംഗം, അതെല്ലാം ഒരു പാട്ടിലൂടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കണ്ടോ, ഒരാശയങ്ങളിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു മോതിരം കളവ് പോയ രംഗം പി.ടി. അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കവി ഒരു പാട്ടിലൂടെ വർണ്ണിക്കുന്നുണ്ട്. കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം കളവ് പോയി, എന്നിട്ട് അവിടെയുള്ള വേലക്കാരി പെണ്ണിനെ പ്രതിയാക്കുന്ന ഒരു പാട്ട്. കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം കളവ് പോയി, കട്ടവൾ ഞാനായിരിക്കും എന്നുടൻ സംസാരമായി, വേലക്കാരി പെണ്ണിനുണ്ടോ ചോദിക്കാനായി ആളുകൾ, വേദനിക്കാനാണ് സാധുക്കൾക്കിവിടെ നാളുകൾ. കണ്ടോ, ഒരു ഫൗസിയ എന്ന് പറയുന്ന പെണ്ണിന്റെ മോതിരം കളവ് പോയി അവിടുത്തെ വേലക്കാരിയെ പ്രതി ചേർക്കുന്ന ഒരു രംഗം പാട്ടിലൂടെ വർണ്ണിക്കുന്നു. കണ്ടോ, ഒരു പാട്ടിലൂടെ ആശയങ്ങൾ. ഇനി അവസാനമായി പറയുന്ന വിഭാഗമാണേത്? ഏതാണ്? വിസ്താരം. നിങ്ങൾക്ക് ഇവിടെ മാപ്പിളപ്പാട്ട് മത്സരം ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? ഏതൊക്കെ മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾ പാടി ഞാൻ കേൾക്കട്ടെ. സൂറബത്തൂൽ പാടിയാ? എന്നാ എളുപ്പായി. സുഹറബത്തൂൽ റാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി, സന്തോഷ പൊന്തുൽ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ, അഹമ്മദ് പുണർந்த സുഗന്ധ വല്ലി മികழ்ந்த പുകழ்ந்த കന്നി, പാരൻ തന്നെ ബിക്കിംബം ഫാത്തിമത്തു സുഹ്റ, മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ, മിക മിക തിക തിക സഖി അലി ഹോജ, തരുൾ കരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹ്റ. വിസ്താരമായി എന്താണ്? അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽപ്പെടുന്ന ഖണ്ഡകാവ്യങ്ങളിൽപ്പെടുന്ന പാട്ടുകളെയാണ് എന്ത് വിസ്താരം എന്ന് പറയുന്നത്. ബദർ കിസ്സ പാട്ട് അല്ലേ? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായം നേരം ബദർ കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ, അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ, ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി ബക്ക മദീന തണവായ്, ആരേതുമെത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ,
ഏറിക്കപ്പൽ പായുഷർത്തി രാപ്പകൽകളോടി എത്തിടൈ ഷഹർ മുഖല്ല ബസ്തി തന്നിൽ കൂടി. ഉണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായിട്ട് ചൊങ്കുറ്റ സുരപൂരി മുന്തും ചിന്തും പൊന്തും ഫതില് തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം കുശിതാനം. അപ്പൊ എത്ര വിഭാഗം നമ്മൾ പറഞ്ഞു? 6 വിഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കല്ലേ അല്ലേ? ഒന്നാമത് എന്തായിരുന്നു? പേരിമ്പം. പേരിമ്പത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞോളി. പേരിമ്പം എന്ന് പറഞ്ഞാൽ ഭക്തിഗാനം, മാലപ്പാട്ടുകൾ, ഉറുദി ഗാനങ്ങൾ. എന്നാ ഭക്തിഗാനങ്ങളൊന്ന് പാടിത്തരി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാ? അല്ലാഹു അല്ലാതെ അത് ആകെ അറിയണ ഒരു പാട്ട്, അതുകൊണ്ട് പറയാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഭക്തിഗാനങ്ങൾ. പിന്നെ ഉറുദി ഗാനങ്ങൾ അല്ലേ? ഇസ്ലാം കാര്യം അവിടെ കിടക്കട്ടെ. പിന്നെ മാലപ്പാട്ടുകൾ അല്ലേ? മുഹിദ്ദീൻ മാല നമ്മൾ പറഞ്ഞു, നഫീസത്ത് മാല അല്ലേ, ബദർ മാല, മഞ്ഞക്കുളം മാല, നിരവധി മാലപ്പാട്ടുകളുണ്ട്. ഇനി അടുത്ത വിഭാഗമാണ് ഏത്? ചിറ്റിമ്പം. ചിറ്റിമ്പത്തിന് ഉദാഹരണം പറ. ചിറ്റിമ്പം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ നടക്കുന്ന സകലമാന വിഷയങ്ങൾ അല്ലേ? ഉദാഹരണം പാട്ട് അല്ല, അത് മാലപ്പാട്ടല്ലേ? അത് ശരി, നടക്കുവോ? തുഞ്ചന്റെ പൈങ്കിളി അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇനി തമാശപ്പാട്ടുകൾ അല്ലേ? കതിയന്താത്ത പാടി, എത്ര പാട്ടുകൾ നമ്മൾ പാടി. അപ്പം ചൂട് ചൂട് പാത്തുമ്മ, ഇപ്പം വരും ഒരു മാപ്പീള, ആദ്യം ചുട്ടത് തിന്നും പോയി, പിന്നെ ചുട്ടത് കരിഞ്ഞും പോയി, മാപ്പിള വന്ന് മടങ്ങിപ്പോയി. കണ്ടോ? സിമ്പിളായിട്ട് തമാശപ്പാട്ടുകൾ. അപ്പൊ ചിറ്റിമ്പം പറഞ്ഞു. പിന്നെ ആഷ്. എന്താ ആഷ് എന്ന് പറഞ്ഞാൽ? മദ്ഹ് ഗാനങ്ങൾ, പ്രകീർത്തന ഗാനങ്ങൾ അല്ലേ? ഉദാഹരണം പറ. നബിയെ കണ്ടോ? പിന്നെ അതെ, മുല്ല. ആയിക്കോട്ടെ. നബി ഉലകിൻ സലാം സലാം നിലാവേ. ഇനി അപ്പൊ ആഷ് പറഞ്ഞു. അടുത്തത് മധുരക്കവി പറഞ്ഞോളി. മധുരക്കവി എന്ന് പറഞ്ഞാൽ പ്രണയഗാനങ്ങള്, കത്തുപാട്ടുകൾ അല്ലേ? അതിന് ഉദാഹരണം പറയും, നിങ്ങൾ പാടണ്ട. ഇനി അടുത്ത വിഭാഗം ഒയ്യാരം. ഒയ്യാരം എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ടുകള്, ശോകഗാനങ്ങള്. അടുത്ത ലാസ്റ്റ് വിഭാഗം വിസ്താരം. റെഡി അല്ലേ? റഹ്മാനല്ലാ റഹീമുമല്ലാ റസാഖും നീ അല്ലാ, റബ്ബു റഊഫും രാജാതിരാജനുമായവൻ നീ അല്ലാ. റഹ്മാനല്ലാ റഹീമുമല്ലാ റസാഖും നീ അല്ലാ, റബ്ബു റഊഫും രാജാതിരാജനുമായവൻ നീ അല്ലാ. ഏതാ വിഭാഗം? പേരിമ്പം. ഗുഡ്. മുത്ത് റസൂലിന്റെ വീട്ടിൽ മധുമതി ത്വാഹാ റസൂൽ മൗത്ത് ഹാലിൽ. എന്താണ് ബാപ്പാ വല്ലായ്മയാണോ ഈ മോളെ വിട്ടങ്ങ് പോകുന്നതാണോ? കനിമോള് ഫാത്തിമ്മ ബീവി തേങ്ങി കഥനക്കായം നീന്തി പൂവി, കരളിൻ കഷ്ണം നീ ഫാത്തിമ്മ ബീവി. തെറ്റി. അത് ശരി, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മതിയല്ലോ. മധുരക്കവി, ആഷ്, പേരിമ്പോ അല്ലേ? ഏതാണ് കറക്റ്റ് പറയണം. മുത്ത് റസൂലിന്റെ വീട്ടിൽ. നിങ്ങൾ ഇപ്പോഴും ആശയത്തോടൊപ്പം നിൽക്കുന്നില്ല. മധുമതി ത്വാഹാ റസൂൽ മൗത്ത് ഹാലിൽ. എന്താണ് ബാപ്പാ ഒയ്യാരം? ഉണ്ടോ? ഏതാ? സങ്കടല്ലേ, ശോകഗാനല്ലേ? പ്രവാചകൻ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അല്ലേ, ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, എന്താണ് ബാപ്പ വല്ലായ്മയാണോ ഈ മോളെ വിട്ടങ്ങ് പോകുന്നതാണോ? ഉണ്ടോ?
കണ്ടോ, അലിയാർ മനം നൊന്ത് കരച്ചിലായി, അരുമ കനി ഫാത്തിമ പിരിയലായി, മൗത്തിനബ്വാബ് തുറന്ന് പോയി, മനസ്സിൽ കുളിരോർമകൾ ബാക്കിയായി. ഏതാ വിഭാഗം? ഏതാ? ഒയ്യാരം. ഉണ്ടോ, അലിയാർ മനം നൊന്ത് കരച്ചിലായി, ഫാത്തിമ ബീവിയുടെ വഫാത്ത്. ഉണ്ടോ, ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരല് വീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക. ഏതാ വിഭാഗം? ഏതാ? ചിറ്റിമ്പം. മാഷാ അല്ലാഹ്. കണ്ടോ, ഇവിടെ നടന്ന സംഗതിയല്ലേ അല്ലേ? ഒത്തുപള്ളിയിലന്ന് ഞമ്മള് പോയിരുന്ന കാലം ഓർത്തു ഒരു കണ്ണീര് എന്നുള്ള ഭാഗം വരുമ്പോ നിങ്ങൾ അത് ഒയ്യാറാന്നാണ്ട് മനസ്സിലാക്കല? അങ്ങനെയാണോ? ഒയ്യാറെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശോകഗാനങ്ങളാണ്. അപ്പൊ അതിലെ ആശയത്തിൽ ആ വരികൾ എടുത്തിട്ട് അത് കണ്ണീരാണല്ലോ അതിൽ വന്നത്, കണ്ണീര് പറഞ്ഞാൽ ശോകാണല്ലോ, എന്നാ അങ്ങോട്ട് പറയട്ടെ ഒയ്യാരോ. അങ്ങനല്ല, ചുറ്റും നമ്മളെ ആശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് പാഠപുസ്തകത്തിൽ മായിൽ പീലി വച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു, ഇപ്പഴക്കഥകളെ നീ അപ്പടി മറന്നു. കണ്ടോ, ചിറ്റിമ്പം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാവാത്ത ആരാളത് ഒന്ന് കൈയൊന്തിക്ക്. മനസ്സിലാവാത്ത ആളെ നോക്ക, ഉറക്കുന്നൊക്കെ നീച്ചു വരുന്നുണ്ട്. അപ്പോ ചിറ്റിമ്പം ഉണ്ടോ. ഇനി ഏതാ പറയാനുള്ളത്? ഏതാ? അഷ്റഫ് മോനെ. എന്താ ഇൻട്രസ്റ്റ്. ചായൻ്റെ ഒപ്പം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലേ. ഉമ്മാക്ക് കാലുമ്മ. അതറിയില്ല, കഴിച്ചിലായി. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റെ ഒപ്പം ബീഡി വലി, ഉമ്മാക്ക് കാലുമ്മ നീരാണ്, ബാപ്പാക്ക് കോഴിക്കോട് പേപ്പറടി, 90 കഴിഞ്ഞൊരു ബെല്ലിമ്മ തൊള്ളൊന്നു കാട്ടി ചിരിച്ചാല് 900 കൂട്ട് ബൾബാണ് ഇത്, തൊള്ളബടായി പറഞ്ഞതല്ല. അഷ്റഫ് മോനെ. ഏതാ വിഭാഗം? ചിറ്റിമ്പം. ഏതാ വിഭാഗം? പഠിച്ച് നിക്കും നാളിൽ നബി ചൊക്കർ ചന്ദ്രൻ അழைத்தது ഇന്ദേ മലയാളമിൽ, നിണ്ട് കണ്ട ജബിതിയണ്ട് കൊണ്ടനവേ തേടി നാടി, പതിചേരമാൻ മക്കമിൽ നബിയുദിത്ത് പെരുമൂജിസാത്തും വാർത്ത പരമാർത്ഥമായി, മണ്ണിൻ ചോതി കതിർ പോൽ പരന്തത് അറിந்து പേന്തരും ഓരൂക്കമായി. ഏതാ? വിസ്താരം. ഏതാണ്? കണ്ടോ, മലപ്പുറം പടയിലൊരു ഗാനാണ്. കണ്ടോ, വിസ്താരാണ്, ട്രഡീഷണൽ പാട്ടാണ്. അതാ പറഞ്ഞ മനസ്സിലായിട്ട് അങ്ങനെ വരണം നമുക്കത്. പുറപ്പേട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയളും ദിലിബാസ് ചമൈന്ത് പുതുമ. കേട്ടണോ? ഏതാ? വിസ്താരം. മനസ്സിലായോ? മനസ്സിലാവുന്നോ? ആയിട്ടുണ്ടോ? റബ്ബിന്റെ മുമ്പില് നിൻ സുജൂദില്ലെങ്കിൽ ദേഹം ഖബറിൽ വിറക്കും,
ദുനിയാവ് ശാശ്വതമാണെന്ന് ചൊല്ലി നീ വെട്ടിപ്പിടിക്കാനായോടി. ദുരിതങ്ങൾ നിൻഗതി മാറ്റി മറിച്ചപ്പോൾ അള്ളാന്റെ മുമ്പിൽ നീ തേടി. സമയം നിന്നെ മറമാടി. ഒയ്യാരം ഉണ്ടോ? പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മീതേ. പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തിങ്ങി നടക്കേണ്ട മണ്ണിൻ മീതേ. ഒയ്യാരം പഠിച്ചില്ലേ? ഇത്ര പോരെ? അപ്പൊ 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് പാട്ടുകളൊക്കെ പാടിയാലോ? നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ ക്ലാപ്പ് അടിക്കുവോ? ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഒരു സ്റ്റേജിൽ കയറി ആരെങ്കിലും പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഏത് പാട്ടാന്ന് തിരിയൂലേ? അത് മതി. എന്നാ നമുക്ക് നോക്കല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പാടിയാലോ? നിങ്ങൾക്ക് അറിയുന്ന പാട്ട് നിങ്ങളും പാടണം. ഓക്കെ? ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ? ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ? അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ? അങ്ങ് വെറും 4 യാചകനായെന്നോ? ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ? ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ? പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും. മാഷാ അല്ലാഹ്. പാടി ബിലാൽ എന്ന പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യകലിമത്തുറപ്പിച്ച പൂങ്കരള്. ഈരുലോക ജയമണി നബിയുള്ള തിരുമും വന്നേ. ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ഈരുലോക ജയമണി നബിയുള്ള തിരുമും വന്നേ. ഈരൈദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. വീര്യമുള്ള മനുഷ്യത്വം വേരറുത്ത സമയത്തിൽ എത്തി. മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. പകലൻ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂക്ക് ജിൻ ഇൻസാന മലക്ക് സമാനൂന. പകലൻ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂക്ക് ജിൻ ഇൻസാന മലക്ക് സമാനൂന. പോരെ പോരെ? അത് ടൈമായില്ലേ? അല്ല എനിക്ക് പെരേ പോണ്ടേ? അത് ഇനിയും പാട്ട് വേണോ? എന്നാ നിങ്ങളൊന്ന് പാടി, ഞാനും കൂടി പാടിത്തരാം. മാപ്പിള പാട്ടോ? അപ്പൊ ഇത്ര നേരം പാടി ഞാൻ ഏതാ മധുഹേ ബൈത്തേനി ഏതാ
കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മദ്ഹൂറും കിസ്സ പറഞ്ഞാട്ടെ. കാഫ് മല കണ്ട കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മദ്ഹൂറും കിസ്സ പറഞ്ഞാട്ടെ. ഒട്ടകങ്ങൾ എന്താ ഉഷാറ്, വരക്ക മരങ്ങൾ ഒട്ടിട വീട്ടുയരത്തിൽ മരുഭൂമി വിലസിടുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി. ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. കാഫ് മല കണ്ട ഒരിക്കൽ കൂടി കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മദ്ഹൂറും കിസ്സ പറഞ്ഞാട്ടെ. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റെ ഒപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലുമ്മ നീരാണ്, ബാപ്പാക്ക് കോഴിക്കോട് പേപ്പറടി. 90 കഴിഞ്ഞൊരു വെല്ലിമ്മ തൊള്ളൊന്നു കാട്ടി ചിരിച്ചാല് 900 കൂട്ട് ബൾബാണ് ഇത്, തൊള്ളപടായി പറഞ്ഞതല്ല. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റെ ഒപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലുമ്മ നീരാണ്, ബാപ്പാക്ക് കോഴിക്കോട് പേപ്പറടി. ഇത്താത്ത ജമീലാന്റെ പൂവങ്കോഴി ഓട്ടിന്റെ പുറത്തേക്ക് പാഞ്ഞു കയറി. ഓട്ടും കല്ല് എടുത്തൊരു ഏറെറിഞ്ഞ് പൂവങ്കോഴിന്റെ ചിറകൊന്ന് വയ്യറ്റ്. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റെ ഒപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലുമ്മ നീരാണ്, ബാപ്പാക്ക് കോഴിക്കോട് പേപ്പറടി. മരക്കാർ കാക്കാന്റെ മുറുക്കാൻ കടയിലൊന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ. മടി കൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നത് ശരിയുമ്മ. മരക്കാർ കാക്കാന്റെ മുറുക്കാൻ കടയിലൊന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നുമ്മ. മടി കൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നത് ശരിയുമ്മ. കൊയങ്ങി പോരെ, ഇത് പോരെ. പുന്നാര പുയ്യാപ്ലേ, പുന്നാര പുയ്യാപ്ലേ പാട്. പുന്നാര പുയ്യാപ്ലേ കൊയ്ക്ക് മാറ്റിക്കോളി, കയ്യും മോറും കേകി കാളി ഔത്തേക്ക് കേറി പോരി. പുന്നാര പുയ്യാപ്ലേ കൊയ്ക്ക് മാറ്റിക്കോളി, കയ്യും മോറും കേകി കാളി അകത്തേക്ക് കേറി പോരി. പെരയിലൊക്കെ സുഖം തന്നല്ലേ, കൊയ്ത്തും മെതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് നയിച്ച് കൊയങ്ങിയോ. പെരുത്ത് നാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പിണങ്ങിയോ, വല്ല വെറുപ്പും മനസ്സിൽ കുടുങ്ങിയോ. മുത്തായ പുയ്യാപ്ലേ, ഞമ്മളെ മുത്തായ പുയ്യാപ്ലേ, ഫാന് സ്വിച്ചിട്ടോളി, സർബത്തത കുടിച്ചോളി, സിഗരറ്റ് ഇത വലിച്ചോളി. വിയർത്തൊലിക്കണ് കണ്ടില്ല പെണ്ണെ, തണുത്തതെന്തെല്ലാം കൊടുക്കടി. മുട്ട മറിച്ചത് കായ്ക്ക് കറി, കായ്ക്ക് കറി ഒരു കടി. കുട്ടികള് പോറ്റണ കോഴി അറുത്ത് തായം കേച്ച് കൊടുക്കടി, അല്ല ആപ്പിളും ഓറഞ്ചും മുറിക്കടി. പോരാലെ മുയ്യാപ്ലേ, ഞമ്മളെ മുത്തായ പുയ്യാപ്ലേ. പുന്നാര പുയ്യാപ്ലേ കൊയ്ക്ക് മാറ്റിക്കോളി, കയ്യും മോറും കൈകി കാളി ഔത്തേക്ക് കേറി പോരി. ഇബ്ലീസിൻ മണ്ടക്കിട്ടൊരു കുത്തു കൊടുക്കും ഞാന്. കേട്ടണോ? എന്റെ വല്യാപ്പ എഴുതിയ പാട്ടെന്നാ കേട്ടോളി. ഇബ്ലീസിൻ മണ്ടക്കിട്ടൊരു കുത്തു കൊടുക്കും ഞാന്. ദുനിയാവിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നുണ്ടോന് ഓന്. ഹവ്വായ വിളിപ്പിച്ച് ആദമിനെ കുഴപ്പിച്ച്, ഹവ്വായ വിളിപ്പിച്ച് ആദമിനെ കുഴപ്പിച്ച്, സ്വർഗത്തിൽ വിലക്കേകിയ പഴമത് തീറ്റിച്ച് ഓൻ പറ്റിച്ച്. ഇബ്ലീസിൻ മണ്ടക്കിട്ടൊരു കുത്തു കൊടുക്കും ഞാന്. ദുനിയാവിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നുണ്ടോന് ഓന്. ഇബ്ലീസിൻ മണ്ടക്കിട്ടൊരു കുത്തു കൊടുക്കും ഞാന്. ദുനിയാവിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നുണ്ടോന്.
സുഖമിത് മാറും സുയിപ്പായി തീരും. കേട്ടണോ? കേട്ടില്ല? സുഖമിത് മാറും സുയിപ്പായി തീരും. സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. സുഖമിത് മാറും സുയിപ്പായി തീരും. സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ, ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ